ഇനി അടുത്ത കേന്ദ്രം ശ്രീകാര്യമാണ്. അവിടെ ഇതിനേക്കാളും ആളുകളെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഈ പോങ്ങുമൂട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇത്രമേൽ ആളുകളെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. കാരണം ആ മേഖലയുടെയൊക്കെ ഒരു പരിസ്ഥിതി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഈ തെരുവുകളെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ആളുകൾ ഇങ്ങനെ വന്ന് നിറയുകയാണ്. VS എന്ന നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ 4ാമത്തെ മണിക്കൂറിലേക്ക് കടക്കുകയാണ് വിലാപയാത്ര ആരംഭിച്ചിട്ട്. പക്ഷേ പിന്നിടാനായത് ഏകദേശം 5-6 കിലോമീറ്റർ ദൂരം മാത്രമാണ് എന്നുള്ളത് കൂടിയാണ് VS എന്തായിരുന്നു എന്നുള്ളത് നമ്മളോടൊക്കെയും പറയാതെ പറയുക കൂടി ചെയ്യുന്നത്. അപ്പോൾ ഈ വികാരത്തിൻ്റെ കൂടി പേരാണ് VS അച്യുതാനന്ദൻ. 5 കിലോമീറ്റർ പിന്നിടാൻ 5 മണിക്കൂറോളം സമയമെടുക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ അതിവൈകാരികമായ വികാരത്തിൻ്റെ കൂടി പേരാണ് VS അച്യുതാനന്ദൻ എന്നത് പറയേണ്ടി കൂടി വരും. ഈ വിലാപയാത്രയെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ VSനെ അവസാനമായി ഒരു നോക്ക് കാണാനായി പ്രതീക്ഷിച്ച് ഇനിയും ഒരുപാട് കേന്ദ്രങ്ങളിൽ ഒരുപാട് കോണുകളിൽ മനുഷ്യർ കാത്തു നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മാത്രം 27 പോയിന്റുകളിലാണ് ഈ നിലയിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ക്രമീകരണമുള്ളത്. അതിനുശേഷം കൊല്ലം ജില്ലയിലേക്ക് കടക്കും. പിന്നീടാണ് ആലപ്പുഴയിലേക്ക് എത്തുക. അല്പം മുമ്പ് ആലപ്പുഴയിൽ VSന്റെ വീട്ടിൽ ഉള്ളവരുമൊക്കെ സനോജ് സംസാരിക്കുമ്പോൾ 9 മണിയോടുകൂടി അവിടെ എത്തും എന്നുള്ളതായിരുന്നു മുൻപ് പ്രതീക്ഷിച്ചിരുന്ന ക്രമീകരണം എന്നുള്ളതാണ് പറയുന്നത്. 9 മണി എന്ന് പറയുന്നത് തന്നെ തിരുവനന്തപുരത്ത് നിന്നും 2 മണിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ എത്തിച്ചേരേണ്ടതിൻ്റെ ഇരട്ടിയിലധികം സമയമാണ്. അപ്പോൾ ഇരട്ടി സമയം കൊണ്ടെങ്കിലും ആലപ്പുഴയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ആ പ്രതീക്ഷകളെ ആ കണക്കുകൂട്ടലുകളൊക്കെയും തെറ്റിക്കുന്ന തരത്തിൽ ജീവിച്ചിരുന്ന കാലത്തിൽ എന്നതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് മഹാനായ VS. നിങ്ങൾ ഇത്രമേൽ വലിയ ജനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കൂട്ടത്തിനോട് ചേർത്ത് നിർത്തിയത് എന്നുള്ളത് ഈ തലമുറയെ ഒന്നാകെ അതിശയിപ്പിക്കുകയാണ്. ആ കാഴ്ചകളിലും സ്ത്രീകളാണ് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിക്കുന്നത്. ആ റോഡിന് ഇരുവശവും തിങ്ങിക്കൂടി നിൽക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. ആ വിലാപയാത്രയോടൊപ്പവും ഇടമുറിയാത്ത മുദ്രാവാക്യം വിളികളുമായി ആ വിലാപയാത്രയെ അവരിങ്ങനെ അനുഗമിക്കുകയാണ്. VSനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കാലവും അദ്ദേഹം സ്ത്രീപക്ഷത്തു നിന്നുള്ള VSന്റെ നിലപാടുകളെ ഉയർത്തിക്കാട്ടാറുണ്ട്. അതിനെ എല്ലാവരും പ്രകീർത്തിക്കാറുണ്ട്. പക്ഷേ അത് ഇത്ര വലിയ സ്വാധീനം ആ സ്ത്രീകൾക്കിടയിൽ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഈ കാഴ്ചകളാണ് ഈ നാടിന് ബോധ്യപ്പെടുത്തി തരുന്നത്. അങ്ങനെ സാധാരണ നിലയിൽ നമ്മൾ പൊളിറ്റിക്കൽ അല്ല എന്ന് പറയുന്ന രാഷ്ട്രീയവുമായി അല്പം വൈമുഖ്യമുണ്ട് എന്ന് കരുതുന്ന എല്ലാ വിഭാഗങ്ങളെയും ഈ തെരുവോരത്ത് ഈ സന്ധ്യാസമയത്തിനോട് അടുക്കുമ്പോഴും മണിക്കൂറുകൾ കാത്തു നിർത്താൻ ഉള്ള ആ വികാരത്തിൻ്റെ പേര് കൂടിയായിരുന്നു VS എന്ന 2 അക്ഷരം. ആ മനുഷ്യനിതാ ഇതാ നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെ പോങ്ങുമൂട് പിന്നിട്ട് ആ വിലാപയാത്ര ശ്രീകാര്യത്തേക്ക് അടുക്കുകയാണ്. ഒരുപക്ഷെ 10-20 മിനിറ്റ് കൂടി എന്തായാലും എത്തും. ഈ നിലയിലാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശ്രീകാര്യത്ത് എത്താനായി ഇതാ നമ്മൾ നോക്കൂ, റോഡ് പോങ്ങുമൂട് കഴിഞ്ഞ് പോങ്ങുമൂട് മുതൽ ശ്രീകാര്യം വരെയുള്ള സ്ഥലങ്ങളിലെ കാഴ്ചയാണ്. ഇന്നത്തെ പല ദിനപത്രങ്ങളിലും വന്ന VSന്റെ ഫോട്ടോ ഉൾപ്പെടെ ഉയർത്തി അവർ VSനെ അഭിവാദ്യം ചെയ്യാനായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ചിലരുടെ കയ്യിൽ പുഷ്പങ്ങളാണുള്ളത്, ചിലരുടെ കയ്യിൽ റോസാപ്പൂക്കളാണുള്ളത്, ചിലരുടെ കയ്യിൽ ഈ നിലയിൽ VSന്റെ ഫോട്ടോകളാണുള്ളത്. ഇതിനുമൊക്കെയും അപ്പുറം VSന്റെ ഓർമ്മകളാണ് ആ മനുഷ്യരുടെ ഒക്കെയും മനസ്സിലും ഹൃദയത്തിലും തുളുമ്പുന്നത്. രാജ്കുമാറിലേക്ക് പോകാം. രാജ്കുമാർ, പോങ്ങുമൂട് പിന്നിട്ടിട്ട് മാത്രമേ ഉള്ളൂ. പോങ്ങുമൂട് ആളുകൾക്ക് കാണാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ അടുത്ത പോയിന്റ് ശ്രീകാര്യമായിരുന്നു. പക്ഷേ ആ വഴികളിൽ ആ ബസ്സിന് കടന്നു പോകാൻ കഴിയുന്നില്ല നിർത്താതെ. അത്രമേൽ ആളുകൾ ആ റോഡിന് ഇരുവശവും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ SNDPയുടെ ആളുകൾ, അതുപോലെ പള്ളിയുടെ ആളുകൾ, അങ്ങനെ തുടങ്ങി ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ മതഭേദമന്യേ അങ്ങനെ മുഴുവനും ആളുകൾ, സംഘടനകൾ, അങ്ങനെ പേരറിയാത്തവർ, പേരറിയുന്നവർ എല്ലാവരും നമ്മുടെ നാട്ടിലെ അപാലവൃദ്ധം ജനങ്ങളും ഇപ്പോൾ VSന് അന്ത്യോപചാരം അർപ്പിക്കാൻ തെരുവിലേക്ക് ഇറങ്ങി. അവർ എത്ര മണിയാണേലും ഇനിയിപ്പോൾ ഇന്ന് മിക്കവാറും അർദ്ധരാത്രി പിന്നിടും ആലപ്പുഴയിലേക്കൊക്കെ അടുക്കുമ്പോൾ ആ സമയത്തും വൻ ജനാവലി ഈ വകീലുകളിൽ കാത്തിരിക്കുമെന്ന് ഉറപ്പാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വൻ ജനക്കൂട്ടം. റോഡിൻ്റെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ശ്രീകാര്യത്തിലേക്ക് അടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ശ്രീകാര്യത്തിൽ ഇതേപോലെ വൻ ജനമാണ് ഈ പ്രിയപ്പെട്ട VSനെ കാത്തിരിക്കുന്നത്, അന്ത്യോപചാരം അർപ്പിക്കാൻ, യാത്രാമൊഴിയേകാൻ, അവരുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ്, ആ നേതാവിനെ ഒരു നോക്ക് കാണാൻ. ഇനി ഒരിക്കലും ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക് അദ്ദേഹം വരുന്നില്ല. അദ്ദേഹം യാത്ര പറഞ്ഞ് പോവുകയാണ്.
എല്ലാവരോടും യാത്ര പറയുന്നതാണ് നമ്മൾ ഈ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് ഓർത്തെടുക്കാവുന്ന കാലത്തൊന്നും വാസ്തവത്തിൽ തിരുവനന്തപുരം ഇങ്ങനെ ഒരു വിലാപയാത്ര കണ്ടിട്ടില്ല. ഇതൊരു മഹാവിലാപയാത്രയായി, ഒരു മഹാവേദനയുടെ കാഴ്ചകളായി കൂടി മാറുകയാണ് രാജ്കുമാർ. ചരിത്രത്തിലേക്കാണ് VS ജീവിച്ചിരുന്ന കാലത്ത് ചരിത്രം സൃഷ്ടിച്ച മനുഷ്യരായിരുന്നെങ്കിൽ ഇതാ അന്ത്യയാത്രയിലും അദ്ദേഹം ചരിത്രത്തിലേക്ക് പോകുകയാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ തെരുവോരങ്ങളിൽ കാണുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് യുവത, ആ യുവതയുടെ അവരുടെ ആ ഒരു വികാരം അവർ കാണാനായിട്ട് VSനെ കാണാൻ അപ്പോൾ നമുക്ക് കാണാം. തൊഴിലാളികൾ, യുവതി യുവാക്കൾ മുഴുവനും ഉണ്ട് VSനെ കാണാൻ. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ വൃദ്ധത്വത്തെക്കുറിച്ച് അദ്ദേഹം കവിത പോലെ പറഞ്ഞല്ലോ. ആ കവിതയെ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളാണ് യുവത്വം, നിങ്ങളാണ് ജനങ്ങളുടെ നേതാവ് എന്ന് അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഈ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും അവസാനമായി ഒരു നോക്ക് കാണുന്നതും അവരുടെ കയ്യിലെ ഒരു മെമ്മറിയായി ആ മൊബൈൽ ഫോണുകളിൽ അദ്ദേഹത്തിൻ്റെ അവസാന ഈ അന്ത്യയാത്ര ചിത്രീകരിക്കുന്നത്. തീർച്ചയായും രാജ്കുമാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ മനുഷ്യർക്കൊക്കെ എന്തായിരിക്കും VS അച്യുതാനന്ദൻ എന്നുള്ളതാണ്. അവിടെ കൂടി നിൽക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ അനുഭവമായിരിക്കും പറയാനുള്ളത്. ചിലവർക്ക് അവർ ചരിത്രത്തിലൂടെ വായിച്ചറിഞ്ഞ പുന്നപ്രയുടെ വീരസമര നായകനായിരിക്കും VS. മറ്റു ചിലർക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ജനപ്രതിനിധി ആയിരിക്കെ പോലും തടവറകളിലേക്ക് പോകുകയും ആ തടവറകളെ ഭേദിച്ച് അടിയന്തരാവസ്ഥ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്ത ധീരനായ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളിയായിരിക്കും VS. മറ്റു ചിലർക്ക് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കും VS. മറ്റു ചിലർക്ക് ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവായിരിക്കും VS. അക്കാലയളവിൽ നിയമസഭയിലൊക്കെയും ഭരണപക്ഷത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ പോലും വിറപ്പിക്കുന്ന നിലയിൽ VSന്റെ വാക്ചാതുര്യം, VS ഉന്നയിച്ച വിഷയങ്ങളൊക്കെയും മാറിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ചരിത്രത്തിൽ ഒരുപാട് മുഖങ്ങളുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോൾ ചരിത്രമാകുകയാണ്. ആലപ്പുഴയിലെ കയറുപിടിക്കുന്ന തൊഴിലാളികൾക്കിടയിൽ നിന്നും തുടങ്ങിയ സമര ചരിത്രമാണ്. VSനെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രയെത്ര വരികളാണ്. കയറുപിരിക്കും തൊഴിലാളികൾക്കൊരു കഥയുണ്ട്, ഉജ്ജ്വല സമര കഥ, അറിയാം നിങ്ങൾക്കൊരു കഥയല്ലത്, പൊരുതും വർഗ ചരിത്രത്തിലുടനീളം ചുടുചോരയിലെഴുതിയ ചുടുചുടെ നിൽക്കും പരമാർത്ഥം. ആ പരമാർത്ഥത്തിൻ്റെ മൂർത്തമായ രൂപമായിരുന്നു VS അച്യുതാനന്ദൻ.